കേരളത്തിൽ ബി.ജെ.പിയുടെ ഇന്നത്തെയും നില തോൽക്കാനായി ജനിച്ചവർ ഞങ്ങളെന്നാണ്. അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ കളം പിടിച്ചു വരുന്നതേ ഉള്ളൂ. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇത് തന്നെയായിരുന്നല്ലോ അവസ്ഥ. പിടിച്ച് എല്ലാം ഇപ്പോൾ കൈപ്പിടിയിൽ ഒതുക്കി. കേരളത്തിൽ 2029 എങ്കിലും ശരിയാകുമെന്ന പ്രതീക്ഷയാണ് രാഷ്ട്രീയ നിരീക്ഷകർക്കുണ്ടായിരുന്നത്. പക്ഷേ ആ പ്രതീക്ഷയും ഇപ്പോൾ അസ്തമിച്ച മട്ടാണ്. എന്തെല്ലാം പറഞ്ഞാലും ഞങ്ങൾ തോറ്റേ അടങ്ങും എന്ന വാശിയിലാണ് ബി.ജെ.പിയും എൻ.ഡി.എയും അവരെ പിന്തുണയ്ക്കുന്നവരും നയിക്കുന്നവരും. ക്രിസംഗി ജെട്ടി സാബുവിനെയും അയാളുടെ കുടുംബസ്വത്ത് 2020യെയും കൂടെ കൂട്ടിയപ്പോൾ എല്ലാം പൂർത്തിയായെന്നാണ് ബി.ജെ.പി പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കണക്കൂട്ടുന്നത്. അതിന് പ്രതിഫലമായി കൊള്ളാവുന്ന കുറെ സീറ്റുകളും അവർക്ക് നൽകി. അവിടെയെല്ലാം അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രഖ്യാപനം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവർക്കൊന്നും വോട്ടർ പട്ടികയിൽ പോലും പേരില്ലെന്ന്. വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് പോലും പരിശോധിക്കാതെ പ്രഖ്യാപിച്ചവന്റെയൊക്കെ ബോധം എവിടെയാണ് ഇരിക്കുന്നതെന്ന് കണ്ടെടുക്കേണ്ടതാണ്. അതൊരു ഗവേഷണം തന്നെ നടത്തണം. അതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം കൊടുങ്ങല്ലൂർ നിയമസഭാ മണ്ഡലമാണ്. കഴിഞ്ഞ തവണ BDJS മത്സരിച്ചപ്പോൾ ഏതാണ്ട് 36,000 വോട്ട് ലഭിച്ചു. താമര ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തിയിരുന്നുവെങ്കിൽ ഇപ്രാവശ്യം വിജയപ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു മണ്ഡലമാണ്. ഈഴവർക്ക് മുൻതൂക്കമുള്ള ഈ മണ്ഡലത്തിൽ താമര ചിഹ്നത്തിൽ ഒരു ഈഴവനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയിരുന്നുവെങ്കിൽ വളരെ നിസ്സാരമായി ആ സീറ്റ് കരസ്ഥമാക്കാമായിരുന്നു. ഒടുവിൽ ജെട്ടിക്ക് കൊടുക്കുകയും അവിടെ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ സ്ഥാപിക്കുകയും ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ മരുമകനാണെന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞ് സ്ഥാനാർത്ഥിയാക്കിയാൽ കോൺഗ്രസ്സുകാരുടെ മുഴുവൻ വോട്ടും അയാൾക്ക് കിട്ടുമെന്നാകും ഈ മരപ്പൊട്ടന്മാർ വിചാരിച്ചിരിക്കുന്നത്. ഉമ്മൻചാണ്ടി ആരാ, ഇവനാരാ? ഏതായാലും കൊടുങ്ങല്ലൂരിൽ തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തണമെന്നാണ് മുഴുവൻ ബി.ജെ.പിക്കാരും ആഗ്രഹിക്കുന്നത്. അതിനവർ കണ്ടുപിടിച്ചിരിക്കുന്ന മാർഗം നോട്ടയിൽ വോട്ട് ചെയ്ത് ബി.ജെ.പിയെ വിജയിപ്പിക്കുക എന്നാണ്. ബി.ജെ.പിക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യമായിരുന്നു കൊടുങ്ങല്ലൂരിൽ. ജെട്ടി സാബു വലിയ ബുദ്ധിമാനായതുകൊണ്ടാകാം വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്തവരെ തന്നെ തെരഞ്ഞുപിടിച്ച് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. അവരെ മത്സരിപ്പിക്കണമെന്ന ഉദ്ദേശം ഒരുപക്ഷെ ഇയാൾക്കുണ്ടായിരുന്നിരിക്കില്ല. അവരുടെ സ്റ്റാർ വാല്യൂ ഉപയോഗപ്പെടുത്തുക എന്നത് മാത്രമേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. കാരണം ഒരു കച്ചവടക്കാരനാണ് ഈ ക്രിസംഗി ജെട്ടി സാബു. അത് നടന്നു കിട്ടി. 5 MLA സൃഷ്ടിച്ചു കൊടുക്കാമെന്നാണ് ക്രിസംഗി ജെട്ടി സാബു ബി.ജെ.പിക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം. അങ്ങനെ 5 MLA കൊടുത്താൽ ക്രിസംഗി ജെട്ടി സാബുവിനെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുകയും കേന്ദ്രമന്ത്രിസഭയിൽ അംഗമാക്കുകയും ചെയ്യാമെന്നാണ് ബി.ജെ.പി നൽകിയിരിക്കുന്ന വാഗ്ദാനം. പണ്ട് BDJSഉം ഇതേ പാതയിലായിരുന്നു. അവർക്കും വാഗ്ദാനം നൽകിയിരുന്നു. ഒടുവിൽ മലപ്പുറം കത്തി അമ്പും വില്ലും ഒലക്കേട മൂട് എന്ന് പറഞ്ഞ അവസ്ഥയായി. ഓരോ സ്ഥലത്തും തോൽക്കുന്നത് പോട്ടെ, വോട്ട് ഷെയർ കുറയ്ക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥികളെ എങ്ങനെയാണ് തെരഞ്ഞുപിടിച്ച് കളത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നത് എന്ന് രാഷ്ട്രീയമറിയാവുന്ന ആർക്കും പിടികിട്ടില്ല. ബി.ജെ.പി യഥാർത്ഥത്തിൽ ഇടതുമുന്നണിയിലും വലതുമുന്നണിയിലും ഒരു 15 മുട്ട വീതം അടവയ്ക്കുകയായിരുന്നു ചെയ്യേണ്ടത്. എന്നിട്ട് ശക്തമായ സ്ഥാനാർത്ഥികളെ വിജയസാധ്യത നോക്കി കൂടെ നിന്ന് ഇറക്കിയിരുന്നുവെങ്കിൽ ഒരു 10 സീറ്റ് വരെ വിജയിക്കുകയും ചെയ്യാമായിരുന്നു. ഇപ്പോൾ BDJSനോ ക്രിസംഗി ജെട്ടി സാബുവിനോ ആരെയും വിജയിപ്പിക്കാവുന്ന അവസ്ഥയിലല്ല നിൽക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ സംഗതികൾ മൊത്തം പാളി. വട്ടിയൂർക്കാവിൽ ആ സിംഹിണിയെ നിർത്തിയതോടുകൂടി മത്സരം ഇടതുമുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും തമ്മിലായി. കെ മുരളീധരന് ജയിക്കുവാൻ വേണ്ട എല്ലാ ജാലവിദ്യകളും ആ സിംഹിണി ബി.ജെ.പിയുടെ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഇത്രയും മോശമായ ഒരു സ്ഥാനാർത്ഥിയെ ബി.ജെ.പി എങ്ങനെ കണ്ടെത്തിയെന്നാണ് പാർട്ടിക്കാർ പരസ്പരം ചോദിക്കുന്നത്. തൊടുപുഴയിലെ ബാങ്ക് മാനേജരെ വ്യാജ സ്ത്രീ പീഡന കേസിൽ പ്രതിയാക്കിയത് ഇവർ ചെയ്തതിന് ഏറ്റവും ലളിതമായ കുറ്റമാണ്. ഏതായാലും കവിയൂരിലെ പെൺകുട്ടിയുടെ ശാപം തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരാളെ ഒരിക്കലും സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ലായിരുന്നു. ഏതായാലും 5 പേരെ വീതം ജയിപ്പിച്ച തുഷാർ വെള്ളാപ്പള്ളിയും ക്രിസംഗി ജെട്ടി സാബുവും രാജ്യസഭയിലൂടെ കേന്ദ്രമന്ത്രിയാകുന്നത് കാണാനുള്ള ആകാംക്ഷയിലാണ് കേരള ജനത.